ദേഹത്തേക്കാൾ ദേഹിയല്ലോ ശ്രേഷ്ഠമെന്നോർക്കൂ മനുജ, ശ്രേഷ്ഠമെന്നോർക്കൂ. നീതിയോടെ തേടുമെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ, ആത്മകാര്യങ്ങൾ നീതിയോടെ തേടുമെന്നും ആത്മകാര്യങ്ങൾ നിങ്ങൾ, ആത്മകാര്യങ്ങൾ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 50-ാം സങ്കീർത്തനം അതിൻ്റെ 16 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനെ വെറുത്ത് എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു, നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടായിരിക്കില്ല. വചനഭാഗത്തെ നമ്മൾ നോക്കിയാൽ, എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ആരാണ് ഈ ദുഷ്ടൻ? ആ ദുഷ്ടന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നു. നിയമവും എടുക്കുന്നുണ്ട്, വചനവും എടുക്കുന്നുണ്ട്, കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ അടുത്ത വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, നീ ശാസനയെ വെറുത്തു, എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. എന്നെ ആരും ഉപദേശിക്കണ്ട, എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണ്ട എന്ന് പറയുന്നതോടൊപ്പം ദൈവത്തിൻ്റെ വചനത്തെയും, കിട്ടിയ വചനം അല്ലേ, നമ്മുടെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവുമായി തീരേണ്ട വചനം കേട്ടു, പക്ഷേ അതൊക്കെ പലയിടത്തും വലിച്ചെറിഞ്ഞു കളഞ്ഞ ഒരു അനുഭവം. നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്ക് എന്ത് കാര്യം? നീ ശാസനയെ വെറുത്തു, എൻ്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവനെ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു എന്നാണ് പറഞ്ഞത്. എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവമക്കളെ ദോഷം പറഞ്ഞു പോകുന്നത്. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന നാവിൽ നമുക്കിങ്ങനെയൊന്നും പറയാനിടയാകാതിരിക്കട്ടെ, കേൾക്കാൻ കാത് കൊടുക്കാതിരിക്കട്ടെ. അതൊക്കെയായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. നമ്മളിലെ ദൈവകൃപ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൂക്ഷിക്കണമെങ്കിൽ ദൈവമക്കളെ നിൽക്കുന്നു എന്ന് തോന്നുന്നവനാണ്, അവൻ തന്നെയാണ് തന്നെ തന്നെ സൂക്ഷിക്കേണ്ടത്. ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ ദോഷം പറയാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. യഹോവത്തന്മാർ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ട് വചനമുണ്ടല്ലോ ദൈവമക്കളെ. നമ്മുടെ വാക്ക് കർത്താവ് കേൾക്കുമല്ലോ. ഉള്ളിൽ ദൈവഭയം ഉണ്ടാണ്. എല്ലാവരും പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല, എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നോർത്താൽ മതി, യഹോവ ഭക്തന്മാർ വേർതിരിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വചനം പറയുന്നു, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു, നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടായിരിക്കില്ല. ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷക്കാരായി തീരുവാൻ കർത്താവ് നമ്മളെ ഒരുക്കേണ്ടതിന് താഴ്ത്തി സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, തിരുവചനം കേൾക്കുമ്പോൾ അടിയങ്ങൾക്കും കിട്ടിയിരിക്കുന്ന ഉപദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ എൻ്റെ കർത്താവെ, ഞങ്ങളുടെ നാവിനെ കടിഞ്ഞാനിട്ട് കർത്താവ് കാത്തുകൊള്ളണമേ. ദോഷങ്ങൾ കേട്ട് കർത്താവെ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ദോഷം ചെയ്യുവാൻ ഇടയാകാതെ ദൈവത്തെ സ്തുതിക്കുന്ന ആദരം എൻ്റെ കർത്താവെ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട യാഗപീഠമായി തന്നെ തീർക്കുവാൻ അടിയങ്ങളെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിയായ്മയുടെ കാലങ്ങളിൽ വന്നു ഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും എൻ്റെ കർത്താവെ അടിയനോടും പ്രാർത്ഥിക്കുന്ന അടിയനോടും കർത്താവെ
ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന സകല ജനത്തിനു വേണ്ടി അടിയും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, നീ ഞങ്ങളെ തള്ളിക്കളരുതേ, ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അഗ്നിജാലക്കൊത്ത കണ്ണോടുകൂടി ഞങ്ങളെ നോക്കുന്ന കർത്താവെ, വിശുദ്ധിയോടെ വിശ്വാസത്തോടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷക്കാരെ തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങ് കീറിക്കളഞ്ഞാൽ വിടിവിപ്പാൻ ആരും ഉണ്ടാവില്ല കർത്താവെ. അത് ഞങ്ങൾ സത്യം അനുഭവിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. തിരുവചനത്തിൻ്റെ അത്ഭുത രഹസ്യങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു കുറവശം പോലും ഇനിമേൽ വന്ന് ഭവിക്കാതിരിക്കുവാൻ അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുക കർത്താവെ. ആമേ, സ്തോത്രം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് അടിയങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.